ഫ്ലിപ്പൊക്കെ ചെയ്യാൻ വരട്ടെ, അതിന് മുന്നേ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലുണ്ട്. വാ ഞാൻ പറഞ്ഞുതരാം. ഹായ് ഓൾ, ഞാൻ രജിൻ, നിങ്ങളുടെ പാർക്കർ കോച്ച്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ പ്രോപ്പറായിട്ടൊരു ഫ്രണ്ട് റോൾ ചെയ്യാമെന്നുള്ളതാണ്. സോ ഇത് ഞാൻ 4 സ്റ്റെപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫ്രണ്ട് റോളിൻ്റെ ഫോം എങ്ങനെ നോക്കിയാലോ. സോ അതിനായിട്ട് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, എന്നിട്ട് ആംസ് രണ്ടും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിന്റ് ചെയ്യുക. ദെൻ നേരെ സ്കോട്ട് പൊസിഷനിലേക്ക് പോവുക. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫ്രണ്ടിലോട്ട് ഫോൾ ചെയ്യുക ആൻഡ് ഈ ഒരു പൊസിഷനിലെത്തിക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ഷോൾഡർ രണ്ടും ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ചിന്ന് നേരെ ചെസ്റ്റിലേക്ക് ടച്ച് ചെയ്യുക, ലൈക്ക് ദിസ്. വൺസ് നമ്മൾ ചിന്ന് ചെസ്റ്റിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റോൾ ചെയ്ത് കഴിയുന്നവരെ അത് അവിടെ ഹോൾഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ടോസ് യൂസ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് നല്ലോണം പുഷ് ചെയ്യുക, എന്നിട്ട് റോൾ ചെയ്യുക. റോൾ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടച്ച് ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡറിലാണ്. സോ ലൈക്ക് ദിസ് 1 2 3 ആൻഡ് അപ്പ്. ഓക്കെ, സ്റ്റെപ്പ് 2 എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോമിൽ തന്നെ തേർഡ് സ്റ്റെപ്പിൽ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എന്താണെന്ന് നോക്കിയാലോ. സോ നമ്മൾ തേർഡ് സ്റ്റെപ്പ്, ഇതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പ്. അതിൽ നീ എപ്പോഴും ഫ്ലോറിൽ നിന്ന് 1 ഇഞ്ച് ലിഫ്റ്റ് ചെയ്ത് വെക്കുക. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നീയും ആംസും തമ്മിൽ ക്ലോസ് ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കാൻ പാടില്ല. എപ്പോഴും ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, വലിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പാടില്ല, നമുക്ക് റോൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആംസ് വൈഡായിട്ട് വെക്കാനും പാടില്ല, ക്ലോസ് ആയിട്ട് വെക്കാനും പാടില്ല, നീക്ക് പാരലായിട്ട് വേണം വെക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാല് കണ്ടില്ലേ, ഇതിപ്പോൾ ക്ലോസ് ആണ്. നമ്മൾ ഫ്രണ്ട് റോൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ലെഗ്സ് എപ്പോഴും എൽ ഷേപ്പ്, ഈ ഒരു പൊസിഷനിലേക്ക് വേണം വരാൻ, എന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് ഫ്രണ്ട് റോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്റ്റെപ്പ് 3 എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോൾ ചെയ്യുമ്പോൾ നമ്മൾ ടോസ് എങ്ങനെ പ്രോപ്പറായിട്ട് പുഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ 2 സ്റ്റെപ്സാണ് ആക്ച്വലി ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കോ, ലൈക്ക് ദിസ്. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഹിപ്പ് എപ്പോഴും നല്ലൊരു ഹൈറ്റിലേക്ക് പോകും, എന്നിട്ട് നേരെ ഫോൾ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഇഞ്ചുറി വരാൻ ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു മൂവ്മെൻറ്റ് ആരും യൂസ് ചെയ്യാണ്ടിരിക്കുക, ഹൈറ്റിലോട്ട് പുഷ് ചെയ്യാണ്ടിരിക്കുക. നമ്മളെപ്പോഴും പുഷ് ചെയ്യുന്നത് ഫ്രണ്ടിലോട്ടാണ്. സോ ലൈക്ക് ദിസ്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഈസി ആയിട്ട് റോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ചില ആൾക്കാർക്ക് ഹെഡ് ഹിറ്റ് ചെയ്യുമോ എന്നുള്ള പേടി ഉണ്ടാവും. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. സോ അതിന് മുന്നേ നമ്മളൊരു സേഫ്റ്റി മാറ്റ് യൂസ് ചെയ്യുക ആൻഡ് തേർഡ് പൊസിഷനിൽ വരാം. ദെൻ ചിൻ നേരെ ചെസ്റ്റിൽ ലോക്ക് ചെയ്യുക, എന്നിട്ട് നേരെ റോൾ ചെയ്യാതെ നേരെ ഹെഡ് നേരെ ഫ്ലോറിൽ ഇങ്ങനെ കൊണ്ടു വെക്കാം. എന്ന് ടോസ് നമ്മൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുക, ലൈക്ക് ദിസ്. 1 2 3 4 ആൻഡ് റോൾ. വൺസ് ഇങ്ങനെ റോൾ ചെയ്ത് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഹെഡ് ഹിറ്റ് ചെയ്യാണ്ട് സ്മൂത്ത് ആയിട്ട് റോൾ ചെയ്യാൻ പറ്റാവുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ പ്രോപ്പർ ഫ്രണ്ട് റോളിൻ്റെ ടെക്നിക്സ് വരുന്നത്. സോ നിങ്ങൾ ട്രൈ ചെയ്യാം. പിന്നെ ഫ്രണ്ട് റോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ആ ഫ്രണ്ടിനെ ഇത് അയച്ചെടുത്തിട്ട് ട്രൈ ചെയ്യാൻ പറയാം.